ഒരു വശത്ത് കോടികൾ ചെലവിട്ട് നടത്താൻ നിശ്ചയിച്ചിരുന്ന ആഡംബര വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ, മറുവശത്ത് ആ വിവാഹം മുടക്കാൻ കാമുകനുമായി ചേർന്ന് വധു തയ്യാറാക്കിയ അതിക്രൂരമായ ഒരു മരണക്കണി. മഹാരാഷ്ട്രയിലെ ചരിത്ര പ്രസിദ്ധമായ ലോഹഗഡ് കോട്ടയെ നടുക്കിയ ആ ഞെട്ടിക്കുന്ന കൊലപാതകത്തിന്റെ കഥയാണിത്. കേതൽ വിശാൽ അഗർവാൾ ആളൊരു ബിസിനസ്സുകാരനാണ്. സിയ ഗോയൽ എന്ന യുവതിയുമായി കേതന്റെ വിവാഹം ഉറപ്പിക്കുകയായിരുന്നു. വെറും ഒരു സാധാരണ വിവാഹമായിരുന്നില്ല അത്. ഉദയപൂരിലെ ഒരു രാജകീയ കൊട്ടാരത്തിൽ വെച്ച് നടത്താൻ പ്ലാൻ ചെയ്തിരുന്ന ഒരു സ്വപ്ന വിവാഹം. അതിഥികളെ ആഡംബരത്തോടെ വിവാഹവേദിയിൽ എത്തിക്കാൻ വേണ്ടി മാത്രം 2 ചാർട്ടേഡ് വിമാനങ്ങളാണ് ഇവർ ബുക്ക് ചെയ്തിരുന്നത്. ഏകദേശം 17 കോടി രൂപയോളം ചിലവ് പ്രതീക്ഷിച്ച രാജ്യം തന്നെ ഉറ്റുനോക്കുമായിരുന്ന ഒരു വമ്പൻ ആഡംബര കല്യാണം. എന്നാൽ കേതൻ അറിഞ്ഞിരുന്നില്ല താൻ നെഞ്ചിലെത്തിയ സിയക്ക് ഈ വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്ന്. അവൾ ചേതൻ ചൗധരി എന്ന മറ്റൊരാളെ പ്രണയിക്കുന്നുണ്ടായിരുന്നു എന്ന്. വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നതിന് പകരം കേതനെ ഈ ലോകത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാനാണ് സിയയും കാമുകൻ ചേതനും തീരുമാനിച്ചത്. അതിനായി അവർ തിരഞ്ഞെടുത്തത് കേതന്റെ ജന്മദിനത്തിന് തൊട്ടുമുമ്പുള്ള ദിവസമായിരുന്നു. പ്രീ ബർത്ത്ഡേ ആഘോഷങ്ങൾക്കായി സിയ കേതനെ മഹാരാഷ്ട്രയിലെ പൂനെയിലുള്ള ലോഹഗഡ് കോട്ടയിലേക്ക് ക്ഷണിച്ചു. കാമുകനായ ചേതനും രഹസ്യമായി അവർക്കൊപ്പം കൂടി. ജൂൺ 18-ാം തീയതി കോട്ടയിലെ അതീവ അപകടം നിറഞ്ഞ 400 അടി താഴ്ചയുള്ള ഒരു മലയിടുക്കിന് മുകളിൽ അവർ എത്തി. പ്രകൃതി ഭംഗി ആസ്വദിച്ചു നിന്ന കേതനെ സിയയും കാമുകനും ചേർന്ന് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ആ അഗാധമായ കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തി. തുടക്കത്തിൽ ഇതൊരു സാധാരണ ട്രക്കിംഗ് അപകടമാണെന്നാണ് എല്ലാവരും കരുതിയത്. കാൽ വൈദ്യു വീണു മരിച്ചതാണെന്ന് വരുത്തി തീർക്കാൻ പ്രതികൾ കൃത്യമായ കഥകൾ മെനഞ്ഞിരുന്നു. എന്നാൽ കേതന്റെ മരണത്തിൽ കുടുംബാംഗങ്ങൾ സംശയം പ്രകടിപ്പിച്ചതോടെ പോലീസ് രംഗത്തിറങ്ങി. തുടർന്ന് നടന്ന ശാസ്ത്രീയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തു വന്നത്. പോലീസ് പ്രതികളുടെ മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. സിയും ചേതനും തമ്മിലുള്ള രഹസ്യ ചാറ്റുകളും ഫോൺ കോൾ വിവരങ്ങളും പരിശോധിച്ചപ്പോൾ ഇരുവരും തമ്മിലുള്ള പ്രണയവും കൊലപാതകം നടത്താൻ മാസങ്ങളായി ഇവർ രൂപം നൽകിയ ക്രൂരമായ പ്ലാനും പോലീസിന് മുന്നിൽ തെളിഞ്ഞു. ഒടുവിൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ തങ്ങൾ ഒരുമിച്ച് ചേർന്ന് കേതനെ കൊക്കയിലേക്ക് തള്ളിയിട്ടതാണെന്ന് അവർ സമ്മതിക്കുകയായിരുന്നു. വഞ്ചനയുടെയും ക്രൂരതയുടെയും ഒടുവിലത്തെ ഉദാഹരണമായി ഈ സംഭവം മാറിക്കഴിഞ്ഞു. സ്നേഹിച്ച പെണ്ണിനെ വിശ്വസിച്ച് കൂടെ നിന്നതിന്റെ പേരിൽ കൊല്ലപ്പെട്ട കേരളത്തിലെ ഷാരോണിനെ പോലെ ഈ യുവാവിനും സ്വന്തം ജീവൻ നഷ്ടമായി. ഇവരുടെയൊക്കെ മനസ്സിലെ ക്രൂരത എന്താണെന്നോ, ഇവർ തന്നെ കൊല്ലാൻ പോകുന്നു എന്ന് പോലും അറിയാത്ത നിഷ്കളങ്കനായ യുവാവിനെ കാമുകനുമൊത്ത് കൊന്നൊടുക്കാൻ മാത്രം പ്രണയത്തിന് എന്ത് സുഖമാണുള്ളത് എനിക്കറിയുന്നില്ല. അതോ MDMA പോലെ പ്രണയവും ഇന്നൊരു മാരക ലഹരിയായി മാറുകയാണ്. തങ്ങളെ ജീവനെ തുല്യം സ്നേഹിച്ചവരെ ദാക്ഷിണ്യമില്ലാതെ ഇല്ലാതാക്കാൻ മടിക്കാത്ത ഇത്തരം ആളുകൾ സമൂഹത്തിന് വലിയൊരു വിപത്താണ്. ഈ ക്രൂരതയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?